രാജ്യം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നാളെ. വോട്ടെണ്ണലിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഇന്ത്യാ സഖ്യവും BJPയും നൽകിയ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഇന്നുണ്ടാകും. രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ 18ാം ലോക്സഭയുടെ സ്ഥാനം ഏറെ പ്രത്യേകതകളുള്ളതാകും. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിനൊടുവിൽ വോട്ടെണ്ണലിലേക്ക് കടക്കുകയാണ് നാളെ രാജ്യം. രാവിലെ 8 മണിക്ക് ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാകും എണ്ണുക. വോട്ടെണ്ണൽ ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യ ഫലങ്ങൾ വ്യക്തമാകുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷാ സംവിധാനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. വിജയാഹ്ലാദ പ്രകടനത്തിലടക്കം നിയന്ത്രണങ്ങൾ വേണമെന്ന് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം വ്യക്തമാകുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇന്നുച്ചയ്ക്ക് വോട്ടെണ്ണലിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കും. കോൺഗ്രസ് BJP പക്ഷങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിലും ആക്ഷേപങ്ങളിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. നാളെ വോട്ടെണ്ണുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയും BJPയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്ന തിരക്കിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJPയുടെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. പാർട്ടിയുടെ മുതിർന്ന ദേശീയ നേതാക്കളുടെ ഓൺലൈൻ യോഗം ഇന്നുമുണ്ടാകുമെന്നാണ് വിവരം. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ആണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഫലം കണ്ടു എന്ന സൂചന കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ BJP മുന്നണിക്ക് മൂന്നാമതും അധികാര തുടർച്ച ലഭിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും രാജ്യത്ത് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. RK, ഗുഡ് മോർണിംഗ്. ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രചാരണം, ചൂടേറിയ വാഗ്വാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ എല്ലാത്തിനും വിരാമമായിരിക്കുന്നു. നാളെ നിർണായകമാണ്. നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം രീതിയിലുള്ള നിയന്ത്രണങ്ങളുണ്ട്? സ്മിത, ുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടെണ്ണൽ നടപടികൾ ഇന്നു മുതൽ അതിന്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. നാളെ വോട്ടെണ്ണൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് എല്ലായിടങ്ങളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടികളിൽ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ചില പരാതികൾ 2 ഭാഗങ്ങളിൽ നിന്നുമുള്ള കക്ഷികൾ ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് 12 മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ വ്യക്തമാക്കും. ഏതായാലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ച് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നൽകാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിക്കുന്നത്. സ്മിത, ശരി. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. നാളെ വെളുപ്പിന് 5 മണി മുതൽ 24 സമഗ്ര കവറേജുമായി വോട്ടെണ്ണൽ ദിനത്തിൽ തയ്യാറാണ്. കാത്തിരിക്കുക പ്രേക്ഷകർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.